ഇന്ന് പറഞ്ഞു വരുന്നത് രണ്ട് സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നത്. ധനികന്മാരായിരുന്നു, ഇഷ്ടംപോലെ കാശും ഉണ്ടായിരുന്നു. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, തോന്നിയ പോലെ ചെയ്യുക, ആർഭാട ജീവിതം നയിക്കുക. ഇതാണ് ഇവരെ ജോലി. മദ്യപിക്കുക, ചീട്ട് കളിക്കുക, മറ്റുള്ള അതർ ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തന് ഒരു ഐഡിയ തോന്നുന്നത്, നമുക്ക് ഇവിടുന്ന് ഒരുപാട് അകലെ പോവുക, ഒരു അമ്പലത്തിൻ്റെ ആൽത്തറക്കിലിരിക്കുക, അവിടെ ഭജന ഇരിക്കുന്ന പോലെയൊക്കെ നോക്കിയിരിക്കാം. അപ്പോൾ ഭക്ഷണം കിട്ടും, കിടക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യല്ലേ പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ തോന്നാണ് പോവുക. പക്ഷേ നമ്മളിവിടുന്ന് പോവുക, കോടീശ്വരനായിട്ട് വേണം നമുക്ക് തിരിച്ചു വരാട്ടോ, അല്ലാതെ നമുക്ക് വരണ്ട എന്ന് പറയണം. അപ്പോഴേക്കും അവിടെ ധനത്തിന് വേണ്ട ആകർഷണം മാത്രമേ അവർക്കുള്ളൂ, അല്ലാതെ നല്ലതിനായിട്ട് നന്നായിട്ട് വരാം എന്നല്ല പറയണേ. കോടീശ്വരനായിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഒരു ആൽത്തറയുടെ ഒരാൾ ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ, രണ്ട് പേർക്ക് അങ്ങോട്ട് കാണില്ല. ഒരാൾ നമശിവായ എന്ന് പറയണു, ഒരാൾ നാരായണായ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് ഒരുപാട് പുതുമ, ഈ രണ്ട് ഭക്തന്മാർ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് ഇവരെ കാണാൻ വേണ്ടി, അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയല്ല വരും, ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരിക്കുന്നത്. അമ്പലത്തിൽ വരെ പരിപാലനം കൂടി തുടങ്ങി, ഇവരെ കാണുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ നമശിവായ എന്ന് പറഞ്ഞപ്പോൾ ശിവൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളായാലും അങ്ങനെ ഭജനയും തപസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണം, എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ ഇരിക്കണേ? അവിടെ ഭക്തിയാണെന്ന് എനിക്കറിയാം, എന്നാലും കൂടി കാര്യം പറയാം. അവനെന്താ പറഞ്ഞു ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, നിന്റെ ആവശ്യം പറയട്ടെ പറഞ്ഞു. എൻ്റെ ഒരു കണ്ണിന് അന്ധത ബാധിക്കട്ടെ എന്ന് പറഞ്ഞു. ശരി, തദസ്തു അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പുറത്തുകൂടെ പ്രാർത്ഥന വെച്ച് പിന്നിലിരിക്കുന്ന അടുത്ത് പോയി, അതിൻ്റെ അടുത്ത് പോയപ്പോൾ എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അവനെന്താ പറഞ്ഞു ചോദിച്ചു. അതെന്തോട്ടെ, അവൻ്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, ഇനി നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് പറയാനുള്ളത്? അവൻ ചോദിച്ചതിൽ ഇരട്ടി എനിക്ക് വേണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. ശരി, നിനക്കും തദസ്തും എനിക്കും ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കക്ഷി പറഞ്ഞു പോയി. കക്ഷി കഴിഞ്ഞപ്പോഴാണ് അറിയണത് മറ്റവൻ നല്ല ഇതിലാണ്, ഒരു കണ്ണിനെ അന്ധത ബാധിച്ചിട്ടുള്ളത്. ഇവൻ ചോദിച്ചതോ, അവൻ ചോദിച്ചതിൻ്റെ ഇരട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കോടീശ്വരനായിട്ടാണ് തിരിച്ചു വരിക, ആരായിട്ടാണ് തിരിച്ചു? അന്ധന്മാരായിട്ട്. അപ്പോൾ ഒരുത്തൻ സഹായത്തിനുണ്ടായി, ഇവൻ്റെ രണ്ട് കണ്ണും പോയി. അപ്പോൾ അവൻ്റെ ഒരു കണ്ണേ പോയുള്ളൂ, ഇവനെയായിട്ട് ഇരട്ടി വേണമെന്ന് പറഞ്ഞു. രണ്ട് കണ്ണും പോവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നുമുണ്ട്. ആഗ്രഹങ്ങൾ വേണം വേണ്ട എന്ന് പറയുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താ പറയും, കുന്നോളം ആഗ്രഹിച്ചാലേ കുഞ്ഞോളം കിട്ടുള്ളൂ എന്ന് പറയും. പക്ഷെ അത്യാഗ്രഹം പാടില്ല. അതാണ് ഇയാളൊക്കെ അന്ധത ബാധിക്കാൻ കാരണം. ഇന്നിവിടെ മൊത്തത്തിലുള്ളതും അന്ധത തന്നെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരും നല്ലത് വരട്ടെ.